നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലൂചിസ്ഥാൻ അടുത്തിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു. ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പ്രവിശ്യയാണ്. വർഷങ്ങളായി ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പാക് ഭരണകൂടത്തിനെതിരെ സായുധ സമരത്തിലാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെയുള്ള സംഘടനകൾ പ്രവിശ്യയെ പ്രത്യേക രാഷ്ട്രമാക്കി മാറ്റണമെന്നും തങ്ങൾക്ക് സ്വതന്ത്ര രാജ്യമാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭം, സായുധ കലാപം നടത്തി വരികയായിരുന്നു. ഈ അടുത്ത കാലത്തായി ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങൾ നടന്നിരുന്നു. ആ ആക്രമണങ്ങൾക്കൊടുവിലാണ് സത്യത്തിൽ പാക് സർക്കാർ ബലൂചിസ്ഥാനിലേക്ക് പ്രവേശിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ബലൂചിസ്ഥാൻ സ്വന്തം രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ദേശീയ ഗാനം, സ്വന്തം നാണയം, അതുപോലെ വിവിധ മന്ത്രിസഭ ഇതെല്ലാം രൂപീകരിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നു. മറ്റ് ലോകരാജ്യങ്ങളോട് തങ്ങളെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്നും ബലൂചിസ്ഥാനിൽ കോൺസുലേറ്റ് സ്ഥാപിക്കണമെന്നുമൊക്കെ BLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ബലൂചിസ്ഥാനിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ആർമിക്ക് മറ്റൊരു തിരിച്ചടിയേറ്റിരിക്കുന്നത്. മസ്താങ് ജില്ലയിൽ 45 പാക് പട്ടാളക്കാരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വധിച്ചിരിക്കുന്നു. പട്ടാളക്കാർ സഞ്ചരിച്ചിരുന്ന വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണമുണ്ടാവുകയായിരുന്നു. ഒരു ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. മറ്റ് നിരവധി ബസ്സുകൾക്ക് കേടുപറ്റിയിട്ടുണ്ട്. 45 പാക് പട്ടാളക്കാർ മരിച്ചു. അതോടൊപ്പം തന്നെ നിരവധി പട്ടാളക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ലക്ഷ്യം വയ്ക്കുന്നത് പാക് പട്ടാളത്തെയാണ്. വലിയ ആൾനാശം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങളിൽ പാക് പട്ടാളത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇത്തവണയും 45 പട്ടാളക്കാരാണ് മരിച്ചു വീണത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഫത്ത സ്ക്വാഡാണ്, തങ്ങളുടെ ഉപവിഭാഗമായ ഫത്ത സ്ക്വാഡാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ക്വറ്റ കറാച്ചി ഹൈവേയിലാണ് ഇത്തരത്തിൽ ഒരു വലിയ സ്ഫോടനം നടന്നത്. സ്ഫോടനത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ ആശുപത്രികൾക്ക് സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കാരണം ഒട്ടനവധി പേർക്ക് പരിക്കുണ്ട്. അവരുടെ ചികിത്സാർത്ഥം ആശുപത്രികൾ ജാഗ്രതയിലായിരിക്കണമെന്ന് ഭരണകൂടം ഉത്തരവിടുകയും ചെയ്തു. എന്തായാലും ഈ ആക്രമണം വീണ്ടും പാകിസ്ഥാനെ നടുക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തുന്ന ആദ്യ ആക്രമണമാണ് ഇത് എന്ന് പറയാം. കാരണം സ്വതന്ത്ര രാജ്യമാണ് അവരുടെ ഒരു വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ. ആ സ്വതന്ത്ര രാജ്യത്തേക്ക് കടന്ന പാക് പട്ടാളക്കാരെയാണ് അവർ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുന്നത്. എന്തായാലും ബലൂചിസ്ഥാൻ പാകിസ്ഥാന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പതിറ്റാണ്ടുകളായി ബലൂചിസ്ഥാനിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിഘടനവാദം അതിപ്പോൾ അതിൻ്റെ അങ്ങേയറ്റത്തെ ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഏത് സമയത്തും വേണമെങ്കിലും ബലൂചിസ്ഥാൻ്റെ സായുധ പോരാട്ടം വിജയിക്കാം എന്ന അവസ്ഥയിലാണ്. പാക് പട്ടാളത്തിന് ബലൂചിസ്ഥാനിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചൈനയ്ക്കും ചൈനീസ് ഉദ്യോഗസ്ഥർക്കും ഒന്നും ബലൂചിസ്ഥാനിലേക്ക് കാലെടുത്തു വയ്ക്കാൻ സാധിക്കുന്നില്ല. കാരണം ചൈനയുടെ സഹായത്തോടു കൂടിയാണ് ബലൂചിസ്ഥാനിലെ ധാതു ലവണങ്ങളെല്ലാം പാകിസ്ഥാൻ ഖനനം ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുകയും തങ്ങളുടെ ജനങ്ങൾക്ക് ഒന്നും തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാനിലുള്ളത്. പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളോട് അനീതി കാട്ടുന്നുവെന്നാണ് വർഷങ്ങളായി ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്കുള്ള പരാതി. പഞ്ചാബ് പ്രവിശ്യയിലെ ജനങ്ങളാണ്, അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയിൽപ്പെട്ട നേതാക്കന്മാരാണ് എപ്പോഴും പാക് ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് വരിക. പാകിസ്ഥാൻ്റെ ഭരണം ഈ പഞ്ചാബ് പ്രവിശ്യയിൽ ഉള്ള ആളുകളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ പോലെയുള്ള പിന്നോക്ക പ്രവിശ്യകൾ അതിനെ തിരിഞ്ഞു നോക്കാറില്ല. അതേസമയം ബലൂചിസ്ഥാനിൽ നിന്നും മറ്റും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും പാകിസ്ഥാൻ. ഈ അവസ്ഥയിലാണ്, ഈ സാമൂഹിക സാഹചര്യമാണ് ബലൂചിസ്ഥാനിൽ വിഘടനവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വിഘടനവാദമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അന്ത്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയും ആണെന്ന് നിരന്തരം ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ അതിനെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ ലിബറേഷൻ ആർമി ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും പാകിസ്ഥാൻ വിഘടനവാദ ഭീഷണി നേരിടുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രവിശ്യയാണ് ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യ. സിന്ധിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഖൈബർ പഖ്തൂൺഖ്വയിൽ എപ്പോഴും പാക് താലിബാനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവർ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയേക്കാൾ കൂടുതൽ കരുത്തുറ്റ ആക്രമണം
ആക്രമണങ്ങൾ, കൂടുതൽ ക്രൂരമായ ആക്രമണങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഈ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ പഴിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ സർക്കാരിനെയാണ്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഇടയ്ക്കിടയ്ക്ക് വ്യോമാക്രമണമൊക്കെ പാകിസ്ഥാൻ സൈന്യം നടത്തുന്നുണ്ട്. സിന്ധിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. സിന്ധിൽ ഇന്ത്യക്കൊപ്പം ചേരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം പ്രക്ഷോഭത്തിലുണ്ട്. പാകിസ്ഥാൻ അധീന കശ്മീരിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഇങ്ങനെ വിഘടനവാദ പ്രക്ഷോഭങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ ഭരണകൂടം പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. പാക് അധീന കശ്മീരിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു. പാക് അധീന കശ്മീരിലെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ പട്ടാളത്തെ ഇറക്കിയിരിക്കുന്നു. വലിയ ആയുധങ്ങൾ, സ്വന്തം ജനക്കൂട്ടത്തെ ആക്രമിക്കാനായി ശത്രു രാജ്യങ്ങളെ ആക്രമിക്കുന്ന തരത്തിലുള്ള വലിയ ആയുധങ്ങളടക്കം ഇപ്പോൾ പാക് പട്ടാളം പാക് അധീന കശ്മീരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ അവിടുത്തെ പ്രക്ഷുബ്ധമായ സാഹചര്യം മുതലെടുത്തേക്കുമോ എന്ന് പാകിസ്ഥാന് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യൻ സൈന്യം കടന്നു വരാം എന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ പാക് അധീന കശ്മീരിൽ ഒരുക്കങ്ങൾ നടക്കുന്നത്. വലിയ ആയുധങ്ങൾ പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ സൈന്യം കൊണ്ടുവന്ന് സജ്ജീകരിക്കുന്നുണ്ട്. ഇങ്ങനെ വിഘടനവാദത്തിൻ്റെ തലവേദന പാകിസ്ഥാന് വർദ്ധിച്ചു വരികയാണ്. പാക് അധീന കശ്മീരിലും അതുപോലെ തന്നെ സിന്ധിലും ഖൈബർ പഖ്തൂൺഖ്വയിലും എല്ലാം വലിയ അക്രമങ്ങൾ നടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കനത്ത ആക്രമണം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടത്തിയിരിക്കുന്നതും.